നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോടികളുടെ വികസന പദ്ധതികൾ കേരളത്തിൽ പിറവികൊള്ളുമ്പോൾ കീർത്തിസ്തംഭമായി നിൽക്കുകയാണ് കിഫ്ബി. 4.5 വർഷം കൊണ്ട് ആരും കൊതിച്ചു പോകുന്ന വികസന മുന്നേറ്റമാണ് കിഫ്ബിയിലൂടെ സാധ്യമാക്കാനായത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ അക്ഷയ ഖനിയാണ് കിഫ്ബി എന്ന് പറയാം. കിഫ്ബിയുടെ സഹായത്തോടെ തൃശൂർ ജില്ലയിലെ ഓരോ മണ്ഡലവും കാഴ്ചവെച്ചത് വലിയ വികസന മുന്നേറ്റങ്ങളാണ്. കിഫ്ബിയുടെ വികസന സ്പർശം കൊണ്ട് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ വികസന മുഖം ആലവട്ടവും വെഞ്ചാമരവും വീശി നിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പൂർണ്ണതയിലെത്തി. ബാക്കിയുള്ളത് യാഥാർത്ഥ്യമാകുമ്പോൾ ജില്ലയുടെ മുഖഛായ തന്നെ മാറും. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നടപ്പാക്കുന്നത്. ഇതിൽ പല പദ്ധതികളും പൂർത്തിയായി. തൃശൂർ ജില്ലയിലെ പ്രധാന കിഫ്ബി വികസന പദ്ധതികൾ: പുത്തൂരിൽ ഉയരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കിന് 309 കോടി രൂപ, IM വിജയൻ ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് സ്പോർട്സ് കോംപ്ലക്സിന് 70.56 കോടി രൂപ, ശുദ്ധജല വിതരണ പദ്ധതിക്ക് 185 കോടി രൂപ, പിച്ചി വാഴാനി ടൂറിസം കോറിഡോറിന് 63 കോടി രൂപ. ജില്ലയിലെ പാലങ്ങൾക്കും റോഡുകൾക്കും കെട്ടിടങ്ങൾക്കുമായി കോടിക്കണക്കിന് രൂപ കിഫ്ബി വഴി നൽകിക്കഴിഞ്ഞു. ചാലക്കുടി പവർ സ്റ്റേഷൻ 220 kV ആക്കി ഉയർത്താൻ 70 കോടി രൂപ, കുന്നുകുളം താലൂക്ക് ആശുപത്രി നവീകരണത്തിന് 97.118 കോടി രൂപ. കിഫ്ബി ലഭ്യമാക്കിയ സാമ്പത്തിക സഹായങ്ങളുടെ തണലിൽ ജില്ലയുടെ വികസനത്തിന്റെ വൻ കുതിച്ചുചാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. തൃശൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളെയാണ് ഇന്ന് കിഫ്ബി കുതിക്കുന്ന കേരളത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്: കുന്നംകുളവും നാട്ടികയും. ഇതിലാദ്യം കുന്നംകുളത്തിന്റെ കാഴ്ചകളിലേക്ക്. തൃശൂർ ജില്ലയിലെ വാണിജ്യ നഗരങ്ങളിൽ ഒന്നാണ് കുന്നംകുളം. കുന്നംകുളം നഗരസഭയും ചൊവ്വന്നൂർ, കടവല്ലൂർ, കാട്ടക്കാമ്പാൽ, പോർക്കുളം, കടങ്ങോട്, എരുമപ്പെട്ടി, വേലൂർ എന്നിങ്ങനെ 7 പഞ്ചായത്തുകളും ചേർന്നതാണ് മണ്ഡലം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ AC മൊയ്തീന്റെ ഇച്ഛാശക്തി കൊണ്ട് എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനായി. മന്ത്രിയുടെ ശ്രദ്ധേയമായ ഇടപെടൽ കൊണ്ടാണ് അടുത്ത കാലത്ത് കുന്നംകുളം താലൂക്ക് രൂപീകരിക്കപ്പെട്ടത്. ജില്ലയിൽ കിഫ്ബി പദ്ധതികൾ ഏറെ ഗുണം ചെയ്ത മണ്ഡലം കൂടിയാണിത്. കിഫ്ബി വഴി മണ്ഡലത്തിൽ 362.62 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നഗരത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിപുലമായ പദ്ധതിയാണ് കിഫ്ബിക്ക് മുന്നിലുള്ളതെന്ന് മണ്ഡലത്തിന്റെ സ്വന്തം MLAയും സംസ്ഥാന മന്ത്രിയുമായ AC മൊയ്തീൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് LDF വിഭാവനം ചെയ്ത നവകേരള സൃഷ്ടിക്കുമായി ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തി ഇതിനാവശ്യമായി നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് കിഫ്ബി വഴി ധനസമാഹരണം നടത്തി പദ്ധതികൾ ആരംഭിച്ചത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം, ജലഗതാഗതം, എല്ലാ വകുപ്പുകളും, ഇൻഡസ്ട്രീസ്, ഭൂമി ഏറ്റെടുക്കൽ പ്രധാന പദ്ധതികൾക്ക്, എല്ലാ ഇത്തരം പദ്ധതികൾക്കും വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപം നടക്കുകയാണ് കേരളത്തിൽ. 54,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇപ്പോൾ കിഫ്ബി ബോർഡ് അംഗീകാരം നൽകി കഴിഞ്ഞു. മറ്റേതെങ്കിലും നിർമ്മാണ പ്രവർത്തനം പോലെയല്ല, സാങ്കേതികമായി ഉയർന്ന നിലവാരത്തോടു കൂടി ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് കാണുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റുമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഓരോ പദ്ധതിയും നടപ്പാക്കുന്നത്. അതിൽ കേരളത്തിലെ സ്കൂളുകൾ, ആ സ്കൂളുകളിൽ 141 ഹൈസ്കൂളുകൾ ഏറ്റവും നല്ല ഹൈടെക് സ്കൂളുകളാക്കി മാറ്റാൻ 5 കോടി രൂപ അനുവദിച്ചു. ഇവിടെ കടവല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ അനുവദിച്ച കെട്ടിടത്തിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ്. 1.25 കോടിയോളം രൂപ നാട്ടിൽ നിന്നും CSR ഫണ്ടുമൊക്കെയായി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ പഴഞ്ഞിയിലെ സ്കൂളിൻ്റെ 3 കോടി രൂപ മുടക്കിയിട്ടുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചു, ഉദ്ഘാടനം കഴിഞ്ഞു. എരുമപ്പെട്ടിയിലെ 3 കോടി രൂപയുടെ കെട്ടിടം കിഫ്ബിയിൽ നിന്നുള്ളത്, മറ്റു കെട്ടിടത്തിൻ്റെ പണി വേറെ അവിടെ നടക്കുന്നുണ്ട്, കിഫ്ബിയിൽ നിന്നുള്ള 3 കോടി രൂപയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. മോഡൽ സ്കൂളിലേക്ക് ഇപ്പോൾ പണിത കെട്ടിടത്തിന് പുറമെ, ബഡ്ജറ്റ് വർക്കിന് പുറമെ, പണിത കെട്ടിടത്തിന് പുറമെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ കുന്നംകുളം, ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളം, LP സ്കൂള്, കുട്ടഞ്ചേരി സ്കൂള് ഉൾപ്പെടെയുള്ളവ കിഫ്ബി ബോർഡിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം കിഫ്ബി ബോർഡിൻ്റെ അംഗീകാരം ലഭ്യമായി കഴിഞ്ഞു. ഏകദേശം 400 കോടി രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങളാണ്
കിഫ്ബി വഴി 1 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്നത്. അതിൽ നമ്മുടെ മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ പണം വകയിരുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ 2 ഓഫീസുകൾ കെട്ടിടം പണി പൂർത്തീകരിച്ച ഏറ്റവും ആധുനികമായ കെട്ടിടങ്ങളും സൗകര്യങ്ങളോടും കൂടി കുന്നംകുളം അക്കിക്കാവ് രജിസ്ട്രാർ ഓഫീസുകളുടെ കെട്ടിടത്തിൻ്റെ പണി കിഫ്ബിയുടെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അക്കിക്കാവ് എരുമപ്പെട്ടി കടങ്ങോട് റോഡ് 11.92 കോടി രൂപ അത് ചെലവഴിച്ചതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് 32.66 കോടി രൂപയ്ക്ക് കിഫ്ബിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കും. മോഡൽ റോഡാവും. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ കുന്നംകുളം ജംഗ്ഷനും പട്ടാമ്പി റോഡും ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ്, വേണ്ടത്ര വീതിയില്ല. അപ്പോൾ ആ റോഡ് വികസിപ്പിക്കാൻ വേണ്ടിയുള്ള 90.34 കോടി രൂപയുടെയും മുനിസിപ്പാലിറ്റിയുടെ ഒരു റിംഗ് റോഡ് വികസനത്തിന് വേണ്ടി 63 കോടി രൂപ 63.29 കോടി രൂപയും ഇതിൻ്റെ കിഫ്ബി അംഗീകാരം കഴിഞ്ഞ കിഫ്ബി ബോർഡ് നൽകി കഴിഞ്ഞു. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് അഗതിയൂരെത്തുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, സർവേ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി, നഷ്ടപരിഹാരം, ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള വിഹിതം ഉൾപ്പെടെ 18 മീറ്റർ ജംഗ്ഷനിൽ ആ റോഡിന് വീതി ഉണ്ടാകുന്ന രീതിയിലാണ് റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ കുന്നംകുളം ജംഗ്ഷനിൽ നിന്ന് കീഴോട്ട് 10 മീറ്ററിലൊരു പുതിയ വഴിയും ഇതിൽ വിഭാവനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കുന്നംകുളം മുനിസിപ്പാലിറ്റി മാലിന്യ സംസ്കരണത്തിൽ നമ്പർ 1 ശുചിത്വ മുനിസിപ്പാലിറ്റിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മലിനജലവും മറ്റേ കക്കൂസ് മാലിന്യവും അത് സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഇപ്പോൾ നമ്മൾ 14.80 കോടി രൂപയ്ക്ക് കിഫ്ബിക്ക് നൽകിയിട്ടുണ്ട്. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് 97.11 കോടി രൂപയുടെ അനുമതി കിഫ്ബി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഗൽ എന്ന് പറയുന്ന ഏജൻസിയാണ് അതിൻ്റെ DPR തയ്യാറാക്കിയത്. അവസാന ഘട്ടത്തിൽ കിഫ്ബിയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് ഈ ആഴ്ച തന്നെ കിഫ്ബിയിൽ സമർപ്പിക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി പുഴ സംരക്ഷണം, കാഞ്ഞിരക്കോട് മുതൽ പാത്രമംഗലം ആ കീഴ്ത്തണ്ടിലം വരെയുള്ള ഭാഗത്ത് പുഴ ജലസംരക്ഷണ പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വാഴാനി ഡാം തുറന്നാൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവും. പുഴ കയ്യേറ്റമുണ്ട്, ആഴം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പുഴയുടെ കയ്യേറ്റം ഒഴിവാക്കി ആഴം വർദ്ധിപ്പിച്ച് വേനൽക്കാലത്ത് ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള ചിറകൾ നിർമ്മിച്ച് 1-2 സ്ഥലത്ത് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് 26.5 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് ലഭ്യമാകുക. ജലവിഭവ വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയർ ഭരണാനുമതിക്ക് വേണ്ടി ഇതവണ ഈ കിഫ്ബി ബോർഡിലേക്ക് അത് സമർപ്പിക്കാൻ നിൽക്കുക. ഇങ്ങനെ ആകെ 362.62 കോടി രൂപയുടെ പദ്ധതികളാണ് കുന്നംകുളം നിയോജക മണ്ഡലത്തിലേക്ക് കിഫ്ബി വഴി ലഭ്യമായിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ ഈ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. എല്ലാ സ്കൂളുകളിലും ഹൈടെക് ക്ലാസ് മുറികളായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെയുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനും പ്രൊജക്ടറും മറ്റു കാര്യങ്ങളും ക്ലാസ് മുറികളിൽ ഒരു പുതിയ മാറ്റം കുന്നംകുളത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി വഴിയും സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. കലശമല ഏറ്റവും പ്രകൃതി രമണീയമായ തൃശ്ശൂർ ജില്ലയിലെ സ്ഥലങ്ങളിലൊന്നാണ്. ചരിത്ര പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ തന്നെ മാർഗത്തിൽ കുളവെട്ടി വാഴ എന്ന് പറയുന്ന അപൂർവ സസ്യമുള്ള ഒരുപക്ഷെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന നിരവധി സാധ്യതകളുള്ള പ്രദേശങ്ങളിലൊന്നായിട്ട് അത് വരിക. 2.5 കോടി രൂപയുടെ പ്രവർത്തനം ഇപ്പോൾ അവിടെ നടന്നു. അവിടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരുപാട് നിർമ്മാണം, കോൺക്രീറ്റിലുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള ആ പ്രദേശം ചെന്ന് കണ്ടാലാണ് മനസ്സിലാവുക. അവിടേക്ക് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപതൊഴിലുകൾ നമുക്ക് ആരംഭിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ 10 കോടി രൂപ അതിന് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ കളക്ടറുടെ നേതൃത്വത്തിൽ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടവർക്കൊക്കെ അത് കൊടുത്ത് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 15 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമീണ റോഡുകളുടെയും പഞ്ചായത്ത് റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിപ്രധാനമായൊരു പണി കുന്നംകുളത്തെ ഗ്രൗണ്ടാണ്, സീനിയർ ഗ്രൗണ്ട്. വളരെ മനോഹരമായി നാച്ചുറൽ ടർഫായി സ്പോർട്സ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിൻ്റെ സിന്തറ്റിക് ട്രാക്കിന് വേണ്ടിയുള്ള പണി നടത്താൻ വേണ്ടി അനുമതിയായിട്ടുണ്ട്. അപ്പോൾ 8 ട്രാക്ക് ഉണ്ടാവും അതിന്. രാവിലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, രാവിലെ അവർക്കുള്ള നടപ്പാതയുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ പണി നടക്കുന്ന ലാലൂരിൽ IM വിജയൻ സ്റ്റേഡിയം കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റേഡിയമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവും. കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇത് ഇത്തരം അധികം വികസന പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളും നടക്കുന്ന ആദ്യമായിട്ടാവും. കുന്നംകുളം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം.
കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് 32.66 കോടി. കുന്നംകുളം നഗരസഭാ റോഡ് വികസനം 90.34 കോടി രൂപ. നഗരസഭാ റിംഗ് റോഡ് വികസനം 63.29 കോടി. കുന്നംകുളം താലൂക്ക് ആശുപത്രി നവീകരണം 97.118 കോടി. വടക്കാഞ്ചേരി പുഴ സംരക്ഷണം 26.5 കോടി. കടവല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ 5 കോടി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ്, വേലൂർ ഗവൺമെന്റ് RSRV സ്കൂളുകൾ ഓരോ കോടി വീതം. അക്കിക്കാവ്, കടങ്ങോട്, എരുമപ്പെട്ടി റോഡ് 11.92 കോടി രൂപ. 3 കോടി വീതം ചെലവഴിച്ച് പഴഞ്ഞി ഹയർ സെക്കൻഡറി സ്കൂൾ, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വികസന പ്രവർത്തനം പൂർത്തിയാക്കി. കുന്നംകുളം അക്കിക്കാവ് സബ് രജിസ്ട്രാർ ഓഫീസും നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിന് 10 കോടി രൂപ. കലശമല എക്കോ ടൂറിസം വില്ലേജ് ചിൽഡ്രൻസ് പാർക്ക് 2.4 കോടി രൂപ ചിലവിൽ നിർമ്മിച്ചു. മണ്ഡലത്തിലെ പ്രധാന റോഡുകളെല്ലാം BM ആൻഡ് BC നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് 5.08 കോടി രൂപ ചിലവഴിച്ച് പുൽമൈതാനമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിച്ചു. സിന്തറ്റിക് ട്രാക്ക് ആക്കുന്നതിനുള്ള നടപടികളും നടക്കുന്നുണ്ട്. കുന്നംകുളം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് 14.08 കോടി രൂപ. കുന്നംകുളം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാം, അവരുടെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ 4 വർഷത്തിനകം വളരെയധികം മാറ്റങ്ങളാണ് എരുമപ്പെട്ടി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA AC മൊയ്തീൻ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ ഹയർ സെക്കൻഡറിക്ക് ഒരു ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2 കോടി രൂപ ചെലവിൽ. ഇപ്പോൾ കിഫ്ബിയിൽ നിന്നും 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 17 ക്ലാസ് മുറികൾ, സ്റ്റാഫ് റൂം, ഡൈനിങ് ഹാൾ, ഒരു അടുക്കള, 2 ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയാണ് ഉള്ളത്. 16,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് മാത്രമായിട്ട് 9 ക്ലാസ് മുറികളും അതോടൊപ്പം ആ ക്ലാസ് മുറികളിൽ ഹൈടെക് ആക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും കിട്ടുകയും അതോടൊപ്പം തന്നെ 6 ടോയ്ലറ്റുകൾ, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ 6 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു തരികയുണ്ടായി. പിന്നെ സ്കൂളിൻ്റെ ഓരോ ഭൗതിക വികസനത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് ലഭിക്കുകയുണ്ടായി. ഞാനിപ്പോൾ ഇരിക്കുന്ന LP സ്കൂളിൽ 80 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഒരു കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു. കിഫ്ബിയിൽ നിന്നും 1 കോടി രൂപ ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിസരത്തുള്ള കുട്ടഞ്ചേരി ഗവൺമെൻറ് LP സ്കൂളിനും 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടങ്ങോട് പാറപ്പുറം ഗവൺമെൻറ് LP സ്കൂളിനും 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അക്കിക്കാവ് മുതൽ എരുമപ്പെട്ടി വരെ റോഡുകളും പാലങ്ങളും നല്ല വികസനങ്ങളാണ് ആളെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത കുന്നംകുളം സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കെട്ടിടം 1 വർഷത്തിനുള്ളിലാണ് നിർമ്മാണം പൂർത്തിയായത്. 2020 മാർച്ച് 9-ാം തീയതി ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം കുന്നംകുളത്തിൻ്റെ MLAയും നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കുകയുണ്ടായി. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുക എന്നാണ് ഈ ഓഫീസിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മുടെ കുന്നംകുളം മണ്ഡലത്തിലെ പ്രസിദ്ധമായ സ്കൂളാണ് ഗവൺമെൻറ് മോഡൽ ബോയ്സ്. ഏറ്റവും കൂടുതൽ സ്ഥലവും കളിസ്ഥലവുമുള്ളൊരു സ്കൂളാണ് ഗവൺമെൻറ് മോഡൽ ബോയ്സ്. അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ ഇവിടുത്തെ MLAക്ക് മന്ത്രിയായ ശ്രീ AC മൊയ്തീൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുൽ മൈതാനമാണ് ഇവിടെ അടുത്ത കാലത്ത് ഉദ്ഘാടനം നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ഇൻഡോർ സ്റ്റേഡിയവും പണി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 1 കോടി കിഫ്ബി ഫണ്ടിൽ നിന്നും മറ്റൊരു ബിൽഡിങ്ങിൻ്റെ ഒരു അനുമതി ലഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വികസനങ്ങൾ, പഴയ പ്രതാപം നേടിയെടുക്കുന്നതിന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി AC മൊയ്തീൻ്റെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിൽ നടന്നത്. ഇപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ ബിൽഡിംഗ് കൂടാതെ മറ്റൊരു ബിൽഡിംഗ് 1 കോടി രൂപയുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള കുട്ടികളുടെ അഡ്മിഷൻ വലിയ തോതിൽ 2 ഇരട്ടിയൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചരിതാർത്ഥ്യമാണ്. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയിട്ട് കിഫ്ബി പദ്ധതി പ്രകാരം നമുക്ക് പുതിയ ഹോസ്പിറ്റൽ കോംപ്ലക്സാണ് വരാൻ പോകുന്നത്. 1,30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനൊക്കെ നമുക്ക് കിഫ്ബിയുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുതിയ OP കോംപ്ലക്സ് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ്, പുതിയ പേവാർഡ്, അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വികസനമാണ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ നമ്മുടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള മുറികളും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടെ വളരെ ഭംഗിയായിട്ടാണ് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്.
അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സ്കൂളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു 3 നിലയിലൊരു ലാബ് കെട്ടിടം ഉയരുന്നുണ്ട്. ഡിസംബർ ആദ്യവാരത്തോടു കൂടി തന്നെ ഈ കെട്ടിടം പണി പൂർത്തിയാകുമെന്നും അതിനുശേഷം നമുക്കത് ഉദ്ഘാടനം ചെയ്യാനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന ഈ കടവല്ലൂർ സ്കൂളിനെ കലാ സാംസ്കാരിക കേന്ദ്രമായ ഒരു താമ്യാശാൻ സ്മാരകം ഇവിടെ പണിയുന്നുണ്ട്. ഏകദേശം 1.25 ദശകം പിന്നിട്ടുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളും നല്ല നിലവാരത്തിലാകുമ്പോൾ നമ്മുടെ സ്കൂള് പഴയ സ്കൂളാണ് എന്നുള്ളൊരു സങ്കടം ഈ ഗ്രാമപ്രദേശത്തിലെ മുഴുവൻ ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ സങ്കടം ഇപ്പോൾ ഏറെക്കുറെ മാറി. കടവല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിനെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി നമ്മുടെ മന്ത്രിയും മണ്ഡലത്തിലെ MLAയും കൂടിയായ മെയ്തീൻക ചെയ്തു എന്നുള്ളത് കടവല്ലൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ്. കുന്നംകുളത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. ചുരുക്കത്തിൽ വൈവിധ്യമുള്ള പദ്ധതികൾ കൊണ്ട് കുന്നംകുളം മണ്ഡലത്തിൽ ഇന്നേ വരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായം കൊണ്ട് നടത്തുന്നത്. കുന്നംകുളത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തുന്നതെന്ന് AC മൊയ്തീൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കുന്നംകുളം മണ്ഡലത്തിന്റെ വികസന കാഴ്ചകളിൽ നിന്നും ഇനി നമ്മൾ നേരെ കടക്കുന്നത് നാട്ടിക മണ്ഡലത്തിലേക്കാണ്. നാട്ടിക മണ്ഡലത്തിന്റെ വികസന കാഴ്ചകളിലേക്ക്. പഴയ ചേർപ്പ് നിയോജക മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളും പഴയ നാട്ടിക മണ്ഡലത്തിലെ 3 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുത്തിയാണ് 2011 പുതിയ നാട്ടിക രൂപീകരിച്ചത്. പട്ടികജാതി സംവരണ മണ്ഡലമാണ്. തൃശൂർ താലൂക്കിലെ അവിണിശ്ശേരി, പാറളം, ചാഴൂർ, ചേർപ്പ്, അന്തിക്കാട്, താന്യം, ചാവക്കാട് താലൂക്കിലെ വലപ്പാട്, നാട്ടിക, തളിക്കുളം എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് നാട്ടികയിലുള്ളത്. കഴിഞ്ഞ 2 തവണയും നാട്ടികയിൽ നിന്നും വിജയിച്ചത് ഗീതാ ഗോപിയാണ്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി നാട്ടികയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഗീതാ ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീരദേശം, കായലോരം, കോൾ മേഖല എന്നിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ഡലത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രവർത്തനമാണ് ഗീതാ ഗോപി കാഴ്ചവച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യമാവില്ല എന്നു കരുതിപ്പെട്ടിരുന്ന കവി കുഞ്ഞുണ്ണി മാഷിന്റെ പേരിലുള്ള സ്മാരകം നിർമ്മിച്ച് മലയാളികൾക്ക് സമർപ്പിച്ചത് ഗീതാ ഗോപിയുടെ ശ്രമഫലമായാണ്. കൂടാതെ കിഫ്ബി വഴി 160.40 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടന്നുവരുന്നു. പൊതുവികസന കാഴ്ചപ്പാടോടെയാണ് കിഫ്ബി പദ്ധതി കൊണ്ടുവന്നതെന്ന് നാട്ടിക MLA ഗീതാ ഗോപി പറയുന്നു. ഗീതാ ഗോപിയുടെ വാക്കുകളിലേക്ക്. നാട്ടിക മണ്ഡലത്തിന്റെ പൊതുവികസനം കിഫ്ബിയിലൂടെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. നാട്ടിക മണ്ഡലത്തിൽ പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബി പദ്ധതിയിലൂടെ നമ്മൾ 2,80,00,000 നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. പുതിയ കെട്ടിടം പണിതു. അതുകൂടാതെ തന്നെ MLA ഫണ്ടും MP ഫണ്ടും എല്ലാം ചെലവഴിച്ചുകൊണ്ട് 7 കോടി രൂപയാണ് പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിനെ നമുക്ക് കിഫ്ബിയിലൂടെ നൽകാൻ കഴിഞ്ഞത്. മാത്രമല്ല ഫിഷറീസ് ഗവൺമെന്റ് സ്കൂൾ 3 കോടി രൂപ എല്ലാ പണിയും പൂർത്തീകരിച്ചു. തൃപ്രയാർ സബ് രജിസ്ട്രേഷൻ കെട്ടിടം 1,18,00,000 രൂപ. അതിന് നിർമ്മാണം തുടങ്ങി വളരെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് താന്യം, അന്തിക്കാട്, ചാഴൂർ കുടിവെള്ള പദ്ധതി 34 കോടി രൂപയാണ് സർക്കാർ കിഫ്ബിയിലൂടെ വിഭാവനം ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൃപ്രയാറിന് ഒരു പുതിയ പാലം, അതും കിഫ്ബിയിലൂടെ 28 കോടി രൂപ ചെലവാക്കി നിർമ്മാണം നടത്താൻ നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഡിസൈൻ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു, പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ള നടപടികൾ, അതായത് സോഷ്യൽ ഇമ്പാക്റ്റ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സിൻ്റെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശാസ്ത്രീയ പഠനങ്ങൾ എല്ലാം തന്നെ അതിവേഗത്തിൽ തൃപ്രയാർ ബ്രിഡ്ജിന് വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാട്യയ്ക്ക് കുടിവെള്ള പദ്ധതി വേണം. നാട്യ ഫെർക്ക കുടിവെള്ള പദ്ധതി 89 കോടിയാണ് കഴിഞ്ഞ ദിവസം കയ്പമംഗലത്ത് നടന്ന ഉദ്ഘാടനത്തിൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി KK സാർ നിർവഹിച്ചത്. അപ്പോൾ വലിയൊരു സാമൂഹ്യ ആശയത്തോടു കൂടിയും പുരോഗതിയിലൂടെയാണ് കിഫ്ബി എന്ന് പറയുന്ന ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇനിയുള്ള റോഡുകളെല്ലാം തന്നെ നമ്മൾ BM ചെയ്ത റോഡുകൾ ശാസ്ത്രീയമായിട്ടും സാങ്കേതികപരമായിട്ടും നല്ല സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാം. കാരണം 5 വർഷം പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കണ്ട. 13 കോടി രൂപയാണ് പ്രളയത്തിന് ശേഷം സർക്കാർ നൽകി പുരോഗതിയിലേക്ക് എത്തിച്ചത്. IT മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പൊതുഗതാഗത മേഖലയിലും മത്സ്യമേഖലയിലും എത്ര കണ്ട് മാറ്റങ്ങൾ വന്ന വികസനം പരിശോധിക്കുമ്പോൾ എനിക്ക് കിട്ടിയ കണക്ക് വെച്ച് 1000 കോടിയുടെ മേലെയാണ് ഫണ്ടുകൾ പൂർണ്ണമായി ചെലവാക്കിയ റിപ്പോർട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം.
കിഫ്ബി പദ്ധതിയിൽ നിന്നും നാട്ടികയ്ക്ക് പ്രധാനമായും ലഭിക്കുക കുടിവെള്ളമാണ്. അന്തിക്കാട്, ചാഴൂർ, താന്യം ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി സമഗ്ര കുടിവെള്ള പദ്ധതി നിർമ്മാണം ആരംഭിച്ചു. 34.76 കോടി രൂപയാണ് ഇതിനായി ചിലവഴിക്കുക. കൂടാതെ നാട്ടിക ഫർക്ക സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നാട്ടുകാർക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭിക്കും. 89 കോടിയാണ് കിഫ്ബിയിൽ നിന്നും ഇതിനായി ചിലവഴിക്കുക. തൃപ്രയാറിൽ പുതിയ പാലം നിർമ്മിക്കാൻ കിഫ്ബിയിൽ 28.64 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തൃപ്രയാർ സബ് രജിസ്ട്രാർ ഓഫീസിന് 1.18 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ച് കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന് 3 കോടി രൂപ അനുവദിച്ചു. 2 നിലകളിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനവും നടത്തി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച 5 കോടിയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്നു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബിയിൽ നിന്നും 2 കോടിയാണ് അനുവദിച്ചത്. നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 1 കോടി, പെരിങ്ങോട്ടുകര ഗവൺമെന്റ് സ്കൂളിന് 2.80 കോടി, വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി എന്നിങ്ങനെയാണ് അനുവദിച്ച മറ്റു പദ്ധതികൾ. നാട്ടിക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാം, അവരുടെ വാക്കുകളിലേക്ക്. തീരദേശ മേഖലയിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി അത് സാങ്കേതികമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കെട്ടിടം ഈ നാടിന് വളരെയധികം അഭിമാനിക്കാവുന്ന ഒന്നാണ്. 10 മുറികളുള്ള ഈ കെട്ടിടത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികളും വ്യത്യസ്ത ശൗചാലയങ്ങളും ഭിന്നശേഷിക്കാർക്കായുള്ളൊരു ശൗചാലയവും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ തീരദേശ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂള് നാട്ടിക ഗവൺമെൻറ് ഫിഷറി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ അടിസ്ഥാന സൗകര്യം ഇപ്പോൾ നമുക്കൊരു ഇത്തിരി പിന്നിലായിരുന്നു. ഇപ്പോൾ ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 3 കോടിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് മനോഹരമായൊരു കെട്ടിടം വന്നു. ഇപ്പോൾ 10 അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളുമായിട്ടൊക്കെ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള യൂറിൻ ഷെഡ് മറ്റു സൗകര്യങ്ങളൊക്കെ വന്നു. പ്രൈവറ്റ് വിദ്യാലയങ്ങൾ തടിച്ചു കൊഴുത്തപ്പോൾ ഈ സ്ഥാപനം ഒന്ന് മെലിഞ്ഞതാണ്. അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെയൊക്കെ കാര്യങ്ങളിൽ വലിയൊരു ശോചനീയ അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ 2016 ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ വിദ്യാലയവും അതിനോടൊത്ത് ചുവടുവെച്ച് ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 12 ഈ ഒരു ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഈ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 2 ഫണ്ടുകൾ ചേർന്നിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് ഇത്. ഇനിയും ഫണ്ടുകൾ TS ഒക്കെ ആയിട്ട് നിർമ്മാണം കാത്തു കിടക്കുന്നുണ്ട്. 1 കോടിയുടെ ഒരു ലാബ് ലൈബ്രറി ബ്ലോക്കിൻ്റെ നിർമ്മാണം, അതും കേരള സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടാണ്. മറ്റൊന്ന് MLAയുടെ ബഹുമാന്യമായിട്ടുള്ള നാട്ടിക MLA വളരെയേറെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് നയിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നൊരു 80 ലക്ഷം രൂപ UP ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തന്നെ ഗ്രൗണ്ടിനായിട്ടൊരു 95 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതും TSI അതിൻ്റെയൊക്കെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഈ കെട്ടിടത്തിൻ്റേത് ഉൾപ്പെടെ ഒരു 7 കോടി 5 ലക്ഷത്തിൻ്റെ നിർമ്മാണം ഈ വിദ്യാലയത്തിൽ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അക്ഷരാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഗതകാല മഹിമയിലേക്കും പ്രൗഢിയിലേക്കും ഈ സ്ഥാപനം തിരിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഇവിടെ നിന്നും സപ്ലൈ ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ചാഴൂർ, അന്തിക്കാട്, താന്യം എന്നീ പഞ്ചായത്തുകളിലേക്കാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ പ്രൊജക്റ്റ് വഴി, കിഫ്ബി പ്രൊജക്റ്റ് വഴി ഗീതാഗോപി MLAയുടെ ശ്രമഫലമായി ഇവിടെ വരുന്ന പുതിയ പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തുകളിലെ കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരമാവും. ഞങ്ങളുടെ സ്കൂളിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2016 ബഹുമാനപ്പെട്ട നാട്ടിക നിയോജക മണ്ഡലം MLA ശ്രീമതി ഗീതാ ഗോപി അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതുപയോഗിച്ച് 4 ക്ലാസ് മുറികൾ ഇവിടെ പണിതിട്ടുണ്ട്. അതിനു മുകളിലായി 2 നിലകളിലായിട്ടാണ് 1 കോടി രൂപയുടെ ഈ ഫണ്ട് ഉപയോഗിച്ചുള്ള ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നത്. നാട്ടിക മണ്ഡലത്തിൽ തീരദേശ മേഖലയുടെ വികസനത്തിനും വളർച്ചയ്ക്കും ഗീതാ ഗോപി MLAയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് കിഫ്ബി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്. ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് 2 മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.